നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ക്രിമിനൽ വകുപ്പുകൾ പ്രകാരം എഫ്ഐആർ ഇട്ട് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് DGPക്ക് പരാതി നൽകിയിരിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത് വഞ്ചനാപരമാണെന്നും അത് ക്രിമിനൽ കുറ്റമാണെന്നും കാട്ടിയാണ് ക്രൈം ഓൺലൈൻ മാധ്യമത്തിന്റെ ചീഫ് എഡിറ്ററായ TP നന്ദകുമാർ DGPക്ക് പരാതി നൽകിയിരിക്കുന്നു. അതിൽ അദ്ദേഹം എടുത്തു പറയുന്നത് മുഖ്യമന്ത്രി, അതുപോലെ കേരള സാംസ്കാരിക വകുപ്പ് മന്ത്രി, കേരള ചീഫ് സെക്രട്ടറി, ഹോം സെക്രട്ടറി, സാംസ്കാരിക കാര്യ വകുപ്പ് സെക്രട്ടറി, മുൻ ഡയറക്ടർ ജനറൽ പോലീസ് ആയിരുന്ന അന്നത്തെ DGP ആയിരുന്ന ലോക്നാഥ് മെഹ്റ, ഇങ്ങനെ 6 പേരെ പ്രതി പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് TP നന്ദകുമാർ DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. IPC 420, 409, 176, 201 വകുപ്പുകൾ പ്രകാരം കേസെടുക്കണമെന്നാണ് അദ്ദേഹം പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ആ വകുപ്പുകൾ പ്രകാരം ഏത് തരത്തിലാണ് അദ്ദേഹം ആ വകുപ്പുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് വിശദമായിട്ട് അദ്ദേഹത്തിന്റെ പരാതിയുടെ പകർപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പരാതിയിൽ അദ്ദേഹം എടുത്തു പറയുന്നത് ഒന്ന്, IPC 420 വഞ്ചന കുറ്റമുണ്ട് എന്നാണ്. കേരള മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും പൊതുമുതൽ ദുരുപയോഗം ചെയ്ത് ജനങ്ങളെ വഞ്ചിക്കുകയും ചെയ്തതായി കാണുന്നു. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് വേണ്ടി പൊതുമുതൽ ഉപയോഗിച്ച് പണം മുടക്കിയിട്ട് അത് 5 വർഷക്കാലം പൂഴ്ത്തിവെച്ചത് വഞ്ചനയാണ്, 420 IPC പ്രകാരം കുറ്റകരമാണ് എന്നാണ് TP നന്ദകുമാർ പരാതിയിൽ പ്രധാനമായിട്ടും സൂചിപ്പിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ IPC 409 പ്രകാരം 5 കോടി രൂപയുടെ പൊതുമുതൽ ഉപയോഗിച്ചുള്ള റിപ്പോർട്ട് മറച്ചുവെക്കൽ വിശ്വാസഭംഗം വരുത്തി, ജനങ്ങളുടെ മുന്നിൽ, പൊതുജനങ്ങളുടെ മുന്നിൽ വിശ്വാസഭംഗം വരുത്തി എന്നതാണ് പറയുന്നത്. 5 കോടി രൂപ മുടക്കി ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് അതിനെ പൂഴ്ത്തിവെച്ചത് പ്രധാനമായിട്ടും 409 IPC പ്രകാരം കുറ്റകരമാണ് അദ്ദേഹം പരാതിയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 176 പ്രകാരം IPC കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യൽ വൈകിയതിന്റെ നിയമപ്രകാരം കടപ്പെട്ടവർ ഇത് റിപ്പോർട്ട് ചെയ്യാത്തത് കുറ്റകരമാണ്. അതായത് ഇങ്ങനെ റിപ്പോർട്ട് കിട്ടിയിട്ട് പൂഴ്ത്തിവെച്ചിട്ട് അങ്ങനെ റിപ്പോർട്ട് കിട്ടിയതായിട്ട് അതിന്റെ നടപടിക്രമങ്ങൾ എടുക്കാതെ പോയത് കുറ്റകരമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തെളിവുകൾ മറച്ചുവെച്ചത് IPC 201 പ്രകാരം ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ടും സത്യം മറച്ചുവെച്ചത് ഗുരുതരമായ കുറ്റമാണ്. ഇങ്ങനെയുള്ള വകുപ്പുകൾ ചേർത്ത് അദ്ദേഹം പ്രധാനമായിട്ടും ചേർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയിൽ ഒരുപാട് ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും 2017 രൂപീകരിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 2019 റിപ്പോർട്ട് സമർപ്പിച്ചു. പക്ഷേ ആ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുകയും പുറത്തു വരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുകയും ചെയ്തു എന്നതാണ് ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് TP നന്ദകുമാർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതില് ഏറ്റവും പ്രധാനം പറയുന്നത് 5 കോടി രൂപയുടെ പൊതുമുതൽ ഉപയോഗിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും അത് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാത്തത് അവരുടെ വിശ്വാസത്തെ മോശമാക്കുന്ന പ്രവൃത്തിയാണെന്നും വ്യക്തമാവും. റിപ്പോർട്ട് പ്രകാശനത്തിൽ മുൻനിർത്തിയ വീഴ്ച കേരള ചലച്ചിത്ര വ്യവസായത്തിലെ ചില പ്രമുഖ വ്യക്തികളെ നിയമപരമായി രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണെന്നതിൽ ഗൗരവമായ സംശയമുണ്ട്. അദ്ദേഹം പരാതിയിൽ പറയുന്ന ഒരു പ്രധാന പോയിന്റാണ്. പിന്നെ പറയുന്നത് ചലച്ചിത്ര വ്യവസായത്തിലെ ശക്തമായ കോർ ഗ്രൂപ്പിന് അനധികൃത പ്രവർത്തികൾ നടത്തുന്നതിൽ ചൂണ്ടിക്കാട്ടിയ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്യാൻ കമ്മിറ്റിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെയും സിനിമാ മേഖലയിലെ പ്രഭാവമുള്ളവരുടെ സ്വാധീനത്തിൽ ഇത് നടക്കാതെ പോയി. പ്രത്യേകിച്ച് FIR തയ്യാറാക്കണമെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഈ സ്വാധീനത്തിന്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ നേതാക്കളുടെയും സിനിമയിലെയും ചില ആൾക്കാരുടെ സ്വാധീനത്തിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് അതെടുക്കാതെ സ്വന്തം കടമ ചെയ്യാതെ മാറി നിന്നു എന്നതാണ്. പിന്നെ കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ രാഷ്ട്രീയ നേതാക്കൾ ചലച്ചിത്ര വ്യവസായത്തിലെ സൂപ്പർ സ്റ്റാർസുമായി കൂട്ടുകെട്ടുണ്ടാക്കി കമ്മിറ്റിയുടെ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ മുൻകൂട്ടി കൈപ്പറ്റി സമഗ്രമായ റിപ്പോർട്ട് പുനഃപരിശോധിച്ച് ദുരുപയോഗം നടത്തി. ഈ പ്രവൃത്തികൾ അഴിമതി പ്രതിരോധ നിയമപ്രകാരം കുറ്റകരമാണ് എന്നും TP നന്ദകുമാർ പരാതിയിൽ പറയുന്നു. സംസ്ഥാന ചലച്ചിത്ര മേഖലയിലെ അഴിമതികളും സംഘടനാ പ്രവർത്തനവുമായി ചേർന്ന് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ഡിജിറ്റൽ, ഓൺലൈൻ, ഹാർഡ് ഡിസ്ക് എന്നിവ ഉപയോഗിച്ച് മായ്ച്ചതല്ലെന്ന് അന്വേഷണം ആവശ്യമാണ്.
മായ്ച്ചിട്ടുണ്ടോ എന്ന് നന്ദകുമാർ പിന്നെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ഈ പരാതിയിൽ. അങ്ങനെ മായ്ച്ചിട്ടില്ല എന്നത് അന്വേഷണം നടത്തി കണ്ടെത്തേണ്ടതാണ്. മായ്ച്ചിട്ടുണ്ട് എന്നാണ് തന്റെ സംശയം എന്നും അദ്ദേഹം പരാതിയിൽ എടുത്തു പറയുന്നുണ്ട്. അതിന് അക്രമവും ക്രൂരതയും ഉപയോഗിച്ചായി വ്യക്തമായ സൂചനകളുണ്ട്. ഇങ്ങനെ മായ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചില പ്രവൃത്തികൾ ചെയ്തതായും സൂചനയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങളെല്ലാം ഇതിന്റെ എല്ലാം രേഖകൾ സമർപ്പിക്കാൻ താൻ തയ്യാറാണെന്നും പരാതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ടി.പി. നന്ദകുമാറിന്റെ ഈ പരാതിയിന്മേൽ DGP എന്ത് നടപടിയെടുക്കും എന്ന് നമുക്ക് കാത്തിരിക്കാം. പ്രധാനമായിട്ടും കേരള മുഖ്യമന്ത്രിക്കെതിരായിട്ടും അതുപോലെ മുൻ DGPക്കെതിരായിട്ടും അതുപോലെ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കെതിരായിട്ടും വകുപ്പ് സെക്രട്ടറിമാർക്കെതിരായിട്ടുമാണ് അദ്ദേഹം FIR ഇടണമെന്നും വകുപ്പുകൾ ഇന്ന വകുപ്പുകൾ പ്രകാരം കുറ്റമാണ് ചെയ്തിരിക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് പരാതി, വളരെ വ്യക്തമായ പരാതിയാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ പരാതിയിന്മേൽ ഗവൺമെന്റും അതല്ലെങ്കിൽ DGPയും എന്ത് നടപടിയെടുക്കും? ഗവൺമെന്റ് അത്തരത്തിലൊരു നടപടിയെ, ഇത്തരത്തിലൊരു പരാതിയായി കാണുമോ അതോ അതിനെ നിസ്സാരമായി കാണുമോ? നമുക്ക് കാത്തിരിക്കാം.